ഹായ്, ഒരു വാർത്ത കേൾക്കാം. ഇത് ഇന്നലെ കേട്ട വാർത്തയാണ്. ഇപ്പം റിയാക്ട് ചെയ്യാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ അധികം പറയണ്ടെന്ന് വെച്ചിട്ടാണ്. ഷൂഡാപ്പികൾക്ക് തലയ്ക്ക് സുഖമില്ലാണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇനി അതും വെച്ചിട്ട് കുറേ പേര് പറയണ്ടെന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം പറയാതിരുന്നത്. പക്ഷെ ഇന്നത് ആപ്റ്റായ ഒരു ഡേ ആണ്. ഇന്ന് ചേകന്നൂർ മൗലവിയുടെ ഓർമ്മ ദിവസമാണ്. അതായത് പുള്ളിയെ കാണാതായ ദിവസം, മരണപ്പെട്ട ദിവസം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ബോഡി പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മരിച്ച് 3 പതിറ്റാണ്ട്. ഈ ഇത്രയും കാലമായിട്ടും പുള്ളിയുടെ ബോഡി കണ്ടെത്താൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല. എനിവേ, അത് വേറൊരു വിഷയം. അതിന് മുമ്പ് നമുക്ക് ഈ വാർത്തയൊന്ന് കേൾക്കാം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറി വിട്ടുതരാൻ ആവശ്യപ്പെട്ട് കോളേജിന്റെ സമാധാന അന്തരീക്ഷത്തിന് തടസ്സം വരുത്താൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രമിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി കത്തോലിക്ക കോൺഗ്രസ്. ഇതുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റി പുറപ്പെടുവിച്ച പ്രസ്താവനയിലേക്ക്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറി വിട്ടുതരാൻ ആവശ്യപ്പെട്ട് കോളേജിന്റെ സമാധാന അന്തരീക്ഷത്തിന് തടസ്സം വരുത്താൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രമിച്ചതിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളും ഇതിന് കൂട്ടുണ്ടായിരുന്നു എന്നത് അപലപനീയമാണ്. ക്യാമ്പസുകളിൽ വിഭാഗീയത വളർത്തുന്ന ശ്രമങ്ങളെ വേരോടെ പിഴുതെറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നു. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള മുറി അനുവദിക്കാനാകില്ല. എന്നാൽ അടുത്തുള്ള മോസ്കിൽ വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കാം. അടുത്തുള്ള മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല എന്ന കാരണം പറഞ്ഞ് പെൺകുട്ടികൾക്ക് മാത്രമായി നിസ്കരിക്കാനുള്ള സൗകര്യം മാനേജ്മെന്റ് ചെയ്തു കൊടുക്കണം എന്ന് ചിലയിടങ്ങളിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട്. മോസ്കുകളിൽ പ്രവേശനം ഇല്ലാത്തതിന് സഭയുടെ സ്ഥാപനങ്ങളിൽ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന നിർബന്ധ ബുദ്ധി ആരും പിടിക്കേണ്ടതില്ല. കലാലയങ്ങളിൽ നിസ്കാരമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കാനും അനുവാദം നൽകാനും മുസ്ലിം ആത്മീയ നേതാക്കൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ഉചിതം. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനം ഭരണഘടന പ്രകാരം ക്രൈസ്തവ സംസ്കാരം സംരക്ഷിക്കാൻ കൂടിയുള്ള ഇടമാണ്. അത് അലങ്കോലപ്പെടുത്താൻ സമ്മതിക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റി പുറപ്പെടുവിച്ച പ്രസ്താവന അവസാനിക്കുന്നത്. അവര് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അവരുടെ കാര്യം പറഞ്ഞത് അവർ കൃത്യമാണ്. ആ ഒരു വിഷയത്തിൽ അവരോട് തർക്കിക്കാനൊന്നും നിൽക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, അവരുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന കണക്ക് ഇപ്പോൾ സൺഡേ ആണ് അവരുടെ പ്രെയർ വെച്ചിരിക്കുന്നത്. ഗ്ലോബലി അങ്ങനെയാണ്, സൺഡേ ആണ് പ്രെയർ വെച്ചിരിക്കുന്നത്. അത് ക്രൈസ്തവ മതത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ തന്നെയാണ്. ഇപ്പം ഹിന്ദു മതത്തിനാണെങ്കിൽ മൺഡേ ഒക്കെയാണ് ഒരു അമ്പലത്തിൽ പോകുന്നത്. ഒരു വലിയ നിർബന്ധമുള്ള സംഗതിയല്ല. അപ്പൊ ഇത് മതത്തിന്റെ കാര്യം പറയാനല്ല, പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തെറ്റായ നടപടിയാണ്. മതേതര രാജ്യമെന്ന് പറയുകയും സത്യം പറഞ്ഞാൽ ഭരണഘടന ഒന്നും കൂടെ തട്ടിപ്പൊടി എടുത്തിട്ട് ഒന്നും കൂടെ ആളുകൾക്ക് ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കണം. എന്താണ് നിങ്ങളുടെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന കുറേ നിയമങ്ങളുണ്ട്, കുറേ രീതികളുണ്ട്. ഇതൊക്കെ അവലംബിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നവരിവിടെ ജീവിച്ചാൽ മതി. അല്ലാത്തവർക്കെല്ലാം ഒരു പാസ്പോർട്ട് കൊടുത്ത് പറഞ്ഞു കൊണ്ടോന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പം നിസ്കരിക്കാനായിട്ടാണ് അവർ പള്ളിക്കൂടത്തിൽ പോകുന്നതെങ്കിൽ ചേകന്നൂർ മൗലവിയുടെ വിഷയം പറയുമ്പോൾ അതും കൂടെ ചേർത്ത് പറയണത് എന്താ, പുള്ളി ഇതിനെതിരെ സംസാരിച്ചപ്പോൾ പുള്ളി മുന്നോട്ട് വെച്ചൊരു ആശയം ഉണ്ടായിരുന്നു. നിസ്കാരം അത് 3 ചുരുക്കണം. അതായത് ഈ ഉച്ചയ്ക്കും അസർ എന്ന് പറയുന്ന 4 മണിക്കുള്ള ഇത് രണ്ടും ഒഴിവാക്കുക. കാരണം അതൊരു വർക്കിംഗ് ടൈമാണ്. ആ വർക്കിംഗ് പീരീഡിലുള്ളത് അവർക്ക് പിന്നീട് പ്രാർത്ഥിക്കാൻ പറ്റും. അതേ സമയത്ത് തന്നെ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ പഠിക്കണ്ട, നീ വീട്ടിൽ ഇരുന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കും. അതാണ് നല്ലത്. 50 വട്ട നിസ്കാരമൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് പണ്ടൊക്കെ പറയുന്നത്. പണ്ടത്തെ കാലത്ത് 50 ഓത്ത് നിസ്കാരം എന്ന് വെച്ചപ്പോൾ 5 നേരം എന്ന് പറയുമ്പോൾ തന്നെ എന്ത് പാടാന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പിന്നെ 50 വട്ടം എന്ന് പറയുമ്പോൾ പിന്നെ വേറൊരു പണിക്കും പോകണ്ട, 24 മണിക്കൂർ നിസ്കരിച്ചുകൊണ്ടിരുന്നാൽ മതി. മനുഷ്യൻ മുന്നോട്ടല്ല പിന്നോട്ടാണ് സഞ്ചരിക്കുന്നതിനുള്ള തെളിവാണിത്. ഇതിൽ വിഭാഗീയതയുണ്ട് കേട്ടോ, കുറേയധികം വിഭാഗീയതയുണ്ട്. ഇപ്പം ചേകന്നൂർ മൗലവിയെ കൊലപ്പെടുത്തിയ ടീമംഗങ്ങളെന്ന് പറഞ്ഞാൽ സുന്നികളാണ്. സുന്നികൾക്കാണ്. അതുകൊണ്ട് ഷിയാക്കളുടെ ഒരു ഐഡിയയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഷിയ സുന്നി ചണ്ട ആദ്യമായിട്ട് ഇവിടെ വന്നത് തന്നെ ചേകന്നൂർ മൗലവിയെ കൊന്നുകൊണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പണ്ഡിതനായ ഖുർആൻ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അത് പറയുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പലം, അത്തരക്കാരെ പിന്നെ മഷിയിട്ട് നോക്കാൻ കാണാത്ത വണ്ണം ഇവർ തീർത്ത് കളയും എന്നുള്ളതാണ്. ഇതിലെ മെയിൻ സാധനം സമസ്തക്കാരായിരുന്നു ഇതിൻ്റെ മെയിൻ ആട്. ചേകന്നൂരിനെ കൊന്നതിന് കാന്തപുരത്തിനെ അറസ്റ്റ് ചെയ്യാൻ കമാൽ പാഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് എത്രയോ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മൊയ്തു മൗലവി നമ്മുടെ ഫ്രീഡം ഫൈറ്ററാണ്. 108 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 108ാമത്തെ വയസ്സ്, 109ലാണ് അദ്ദേഹം മരിക്കുന്നത്. 108ാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്തൊരു സൽപ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചേകന്നൂർ മൗലവിയെ കാണാതായിട്ട് ആക്ഷൻ എടുക്കാത്ത ഗവൺമെന്റിനെ ഒന്ന് ഉണർത്താൻ വേണ്ടി കെ കരുണാകരൻ്റെ അടുത്തത്, അത് അങ്ങന്ന് വടക്കുന്ന് തെക്കോട്ട് സഞ്ചരിച്ച് പുള്ളി അത്രയും ദൂരം ആ പ്രായത്തിൽ സഞ്ചരിച്ച് വന്ന് റിക്വസ്റ്റ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മെനക്കെടൽ കൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തന്നെ
തയ്യാറാകുന്നത് കെ കരുണാകരൻ. പിന്നെ നടന്നതാണ് ചരിത്രം. ഈ ക്രൈംബ്രാഞ്ച് എണ്ണം കുറേ നാൾ നല്ല പോലെ അങ്ങോട്ട് അന്വേഷണമൊക്കെ നടത്തിയിട്ടൊന്നും പുള്ളിക്കാരനെ കണ്ടെത്താനോ പുള്ളിക്കാരെ എവിടെ പോയി എന്നറിയാനോ ഒന്നും അറിയാമില്ല. എന്തോ കടങ്ങളും ബാധ്യതകളും ഒക്കെ കൊണ്ട് പുള്ളിക്കാരെ ഒളിച്ചോടിയെന്ന് അവസാനം കൺക്ലൂഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ശ്രമമാണ് ഇയാൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അയാൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു കൺക്ലൂഷന് വന്നെന്നുള്ളൊരു തെളിവെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പറയുന്ന സമസ്തക്കാരുടെ ഓഫീസറായിട്ട് അങ്ങോട്ട് പോയി റിട്ടയർ ചെയ്ത ശേഷം പോയി ജോയിൻ ആയി. അതിൽ നിന്ന് വ്യക്തമാണല്ലോ എങ്ങനെയാണ് ലിങ്ക് എന്ന്. പണം കൊടുത്ത് വിലക്ക് എടുത്തു എന്നുള്ളത് മനസ്സിലാവുന്നു. പക്ഷേ ചില സമയത്ത് പലരും നിസ്സഹായരായി പോകുന്നതാണ്. അധികാരികൾ പോക്കൃത്തരം കാണിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുക എന്നൊരു ടേമുണ്ട്. അത് ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലമായിട്ടും ഒരുപാട് രീതിയിലുള്ള വൈറലായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 1993 തൊട്ട് ഇങ്ങ് 2010 വരെ 18 വരെ അത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടായിരുന്ന ഇതിനെപ്പറ്റി എന്നും വാർത്തകളും പ്രശ്നങ്ങളും ഇതിനോടനുബന്ധിച്ച് ഒരുപാട് രീതിയിൽ പലരും അപമാനിക്കും. മുസ്ലിം എന്ന് പറയുമ്പോൾ ഒരു ഒരു സമുദായം മാത്രമല്ലല്ലോ, അതിനകത്ത് വിഭാഗീയതയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. ഈ രീതിയിൽ തീവ്രവാദ മെന്റാലിറ്റി ഇല്ലാത്ത മനുഷ്യരുണ്ടല്ലോ, അവർ പോലും അപമാനിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യം കൊണ്ട് എത്തിച്ചിരുന്നു. അത് ചേകന്നൂരിന്റെ വിഷയം മാത്രമല്ല, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലും അങ്ങനെ തന്നെയാണ്. എല്ലാ മുസ്ലിങ്ങൾക്കും അങ്ങനെ ഒരു ഭാഗമില്ല. അവർക്ക് അവരുടെ മതം അത് പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം, അതിനെ റെസ്പെക്ട് ചെയ്യാന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ചിലർ തീവ്രവാദം കൊണ്ട് ഇസ്ലാമിനെ തന്നെ അവഹേളിക്കുന്ന രീതിയുണ്ട്. അതുപോലൊരു തീവ്രവാദമാണ് നിങ്ങൾ ഈ നേരത്തെ കണ്ട ആ കോളേജിലെ ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പഠിത്തം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന ഒരു പേക്കൂത്ത് മാത്രമാണ്. സ്ത്രീകൾക്ക് ഇപ്പം ആ ക്രിസ്ത്യൻ കോളേജ് അതിൻ്റെ അധികൃതർ പറഞ്ഞതാണ് കറക്റ്റ്. നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുവന്ന് കുട്ടികളെ വിട്ടിട്ട് അവരുടെ നിയമങ്ങൾ തെറ്റാക്കി അവരുടെ നിയമങ്ങൾ തിരുത്തി നിങ്ങളുടെ കൊച്ചിനെ അവിടെ പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്നൊരു നിർബന്ധമില്ലല്ലോ. മുസ്ലിം പള്ളി അടുത്തുണ്ട്, അവിടെ ആൺകുട്ടികൾക്ക് പോകെങ്കിൽ പെൺപിള്ളേരെയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിടണം. ആ സ്കൂളിൽ പിന്നെ നിങ്ങളുടെ പള്ളിയിൽ പെണ്ണുങ്ങളെ കയറ്റാനുള്ള വകുപ്പാക്കി തരണം. പെണ്ണുങ്ങളെ കയറ്റിക്കൂടാൻ നിയമമൊന്നുമില്ല. മുസ്ലിം പള്ളിയിൽ പെണ്ണുങ്ങളെ കയറിക്കൂടാൻ നിയമമില്ല. അങ്ങനെ ഉള്ളെടുത്ത് പിന്നെ കൊച്ചുങ്ങൾ വരുമ്പോൾ എന്താ പ്രശ്നം വരുന്നത്? അത്ര വെപ്രാളം പിടിച്ചവന്മാരാണോ ഈ ടീമുകൾ? കൊച്ചുങ്ങളെ കണ്ടുടഞ്ഞ് തോന്നുമല്ലതും. അവർ വരട്ടെ, അവരവിടെ വന്ന് പ്രെയർ ചെയ്യട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? വെള്ളിയാഴ്ച തന്നെ മുസ്ലിങ്ങൾക്ക് അവധി കൊടുത്തേക്ക്. അപ്പോഴോ പോയി പ്രാർത്ഥിച്ചോ, നിങ്ങൾ പഠിക്കേണ്ട, പോയി പ്രാർത്ഥിച്ചോ. പ്രാർത്ഥനയിൽ കൂടെ എല്ലാം നടക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ഒരു വിഭാഗം സ്വയം അപരവൽക്കരണം ഏർപ്പെടുത്തി മാറി നിൽക്കുമ്പോൾ ആ വിഭാഗത്തിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് മനുഷ്യർ ജീവത്യാഗം നടത്തുന്നുണ്ട്. എന്നിട്ടും തിരിച്ചറിവിന്റെ പാതയിലേക്ക് വരാത്ത മനുഷ്യരോട് ഒന്നും പറയാനില്ല. ഈ ചെകന്നൂർ മുന്നോട്ട് വെച്ച ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു 2 നേരത്തെ നിസ്കാരം നീക്കി വെക്കുക. ഹല എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു വിഷയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ സമയത്ത് ചെയ്യാതെ നീക്കി വെച്ചിട്ട് പിന്നീട് അതിന് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നു, പലിശ സഹിതം ചെയ്യുന്നു. അങ്ങനെ ഒരു സംഗതിയാണ് ഈ ഹല. അത് ചെയ്യാൻ പറ്റും. പിന്നെന്താ പ്രശ്നം? നിസ്കരിക്കാൻ പറ്റാത്തവർ, കൈകാല് സ്വാധീനമില്ലാത്തവർക്ക് മനസ്സുകൊണ്ട് നിസ്കരിക്കാന്നുണ്ട്. ഇതൊന്നും വേണ്ട, ഒരു ദുആ പറഞ്ഞാൽ നിസ്കാര തുല്യമാണെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാനാണ്. അത് ഇതൊന്നും ഉപയോഗിക്കത്തില്ല. മറ്റുള്ളവരെ ശല്യം ചെയ്തേ ഞാൻ നിസ്കരിക്കുകയുള്ളൂ, മറ്റുള്ളവരെ ശല്യം ചെയ്തേ ഞാൻ ഉപയോഗിക്കൂ. കുറെ കോമഡി പീസുകളുണ്ട്. ട്രെയിനിൽ ആളുകൾ പോണ പാസേജ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പ്രെയർ കാണി. എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത്? നിങ്ങൾ ഭയങ്കര ദൈവവിശ്വാസികളെന്ന് നാട്ടുകാരെ കാണിക്കണോ? എന്തിനാണ് ഈ കോമഡി പീസ് കാണിക്കാനായിട്ട് പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ. അത് സത്യം പറഞ്ഞാൽ ആ സമൂഹത്തെ ഒന്നടങ്കം അവഹേളിക്കാനാണ്. ഇപ്പൊ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എല്ലാവരും എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഇതിന് പോകുന്നതെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ കോളേജ് വിടണ്ട, നിങ്ങൾ വേറെ കോളേജ് വിടി. ഈ പറയുന്ന അടുത്ത് പോയി അവരുടെ കോളേജ്, അവരുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ജാതീയ വർഗീയത ഉണ്ട് എന്ന് പറയാനും അത് വരുത്തി തീർക്കാനും ആ കോളേജിന്റെ പേര് ചീത്തയാക്കാനുമാണ് ഉള്ള ശ്രമങ്ങളാണ് ഇതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പെൺകുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിസ്കരിക്കാനുള്ള ഫെസിലിറ്റീസ് ഉള്ള കോളേജ് വിടും, അല്ലാത്തടത്ത് വിടണ്ട. തീരെ നിങ്ങൾ പഠിപ്പിക്കേണ്ടെന്ന്. നിങ്ങൾക്ക് പെറാൻ വേണ്ടിയിട്ടുള്ള മെഷീനല്ലേ പെണ്ണുങ്ങൾ. ആ കുട്ടികളെ പഠിക്കാൻ വിടാതിരിക്കാനുള്ള ഐഡിയയും കൊണ്ട് ഇറങ്ങുന്നതല്ലേ. ഇത് അത്രയേ ഉള്ളൂ. അത് പെൺകുട്ടികളാണ് തിരിച്ചറിയേണ്ടത്. നിസ്കാരവും നോയമ്പും നിലവിളക്കും വെട്ടിവിളക്കും മാത്രമല്ല നിങ്ങളുടെ ലൈഫ്. നിങ്ങൾക്ക് സ്വയം പര്യാപ്തത വേണം. കാരണം ഈ ജീവനാംശത്തിന്റെ പേരിലാണ് ചേകന്നൂർ മൗലവി പോലും ജീവത്യാഗം ചെയ്തത്. പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ജീവനാംശം, അവരുടെ രണ്ടാമത്തെ വിവാഹത്തിലുള്ള ഇപ്പൊ ആർക്ക് വേണമെങ്കിലും 2 വിവാഹം കഴിക്കാം, 4 കെട്ടാം. 4 കെട്ടിയില്ലെങ്കിൽ നായ്ക്ക് പിറന്നവൻ, 10 കെട്ടിയില്ലെങ്കിൽ പന്നിക്ക് പിറന്നവൻ എന്നുള്ളൊരു ശ്ലോകം കൊണ്ട് നടക്കുന്നവന്മാർക്ക് നെറ്റി അടി കൊടുക്കുകയാണ് ചെയ്തത് ചേകന്നൂർ മൗലവി. അത് കൃത്യമായി അദ്ദേഹം 2 വിവാഹം കഴിച്ചു. ആദ്യത്തെ ഭാര്യയ്ക്ക് ആർത്രൈറ്റീസ് മൂലം കിടപ്പ് രോഗിയായപ്പോഴാണ് അവ്വാമ്മക്ക് പകരമായിട്ട് മറ്റൊരു സ്ത്രീയെ അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലും തെറ്റെന്ന് മനസ്സിലാക്കിയ അയാൾ ഏറ്റവും കൂടുതൽ എതിർത്തതും ഈ 2-3 കല്യാണം കഴിക്കുന്നതിനെതിരെയായിരുന്നു.
ആദ്യത്തെ ഭാര്യയുടെ സമ്മതം വേണം, സെക്ഷലി എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം, ഫിനാൻഷ്യലി എല്ലാവരെയും ഒരുപോലെ കെയർ ചെയ്യണം. ഇങ്ങനെയുള്ള 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള എല്ലാ നിയമങ്ങളും പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിവാഹം കുഴപ്പമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങൾ അങ്ങോട്ട് വിഴുങ്ങി വെച്ച് തോന്നിവാസങ്ങൾ മാത്രം എടുത്തു വെച്ച് ഇതാണ് ഞമ്മൻ്റെ മതമെന്ന് പറയുന്നവരെടുത്ത് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിഗ്നിറ്റിയാണ്. അതേപോലെ ആ സമൂഹത്തിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന സാധാരണക്കാരായ മുസ്ലിമുകളുടെ ജീവിതവും കൂടെയാണ് നിങ്ങൾ തുലാസി കൊണ്ടുവയ്ക്കുന്നത്. അതിനപ്പുറം ഇതിനകത്തൊന്നുമില്ല. ഇത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എടുത്തോണ്ട് പോകും. എച്ച് മുസ്ലിങ്ങൾ ഇപ്പോൾ എടുത്തോണ്ട് പോകും, എച്ച് കലകൾ ഇതിപ്പോൾ എടുത്തോണ്ട് പോയിട്ട് പറയും ആനെ. പക്ഷേ ഒരു കാര്യമുണ്ട്, പറയുമ്പോൾ ഈ തീവ്രവാദികൾ എന്ന് എടുത്തു പറയുക, മുസ്ലിങ്ങളെ മൊത്തം പറയാതിരിക്കുക. മുസ്ലിങ്ങൾ മൊത്തം മുസ്ലിങ്ങൾക്ക് ഈ ഭ്രാന്തില്ല, ആർക്കും ഇങ്ങനത്തെ ഭ്രാന്തുകളൊന്നുമില്ല. ഇത് കുറേ എണ്ണം ഉണ്ട് മുസ്ലിം കാർഡ് അടിച്ചിറക്കിക്കൊണ്ട് ഇങ്ങനത്തെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. അവർക്ക് നിലനിൽക്കണമെങ്കിൽ, അതായത് മെജോറിറ്റി സമൂഹം പ്രവാസികളായിട്ടുള്ള കുറേയധികം മനുഷ്യരുണ്ട്, മുസ്ലിംസാണ് മെജോറിറ്റി. അവർക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കൂടിയാണ് അവർ നാടിനെ അറിയുന്നത്. അങ്ങനെയുള്ളവർ കൂടുതൽ അട്രാക്റ്റ് ആവുക. നമ്മൻ്റെ മതത്തിലെ ആൾക്കാരെന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മുല്ലപ്പൂവിനൊക്കെ അത്രയും സബ്സ്ക്രൈബർ കിട്ടിയതിൻ്റെ കാര്യം അവിടെ വിമൺ കാർഡിനേക്കാൾ ഉപരി അവൾ ഇറക്കിയത് മുസ്ലിം കാർഡാണ്. ഇസ്ലാമിയത്തിനെ കൂട്ടുപിടിച്ച് സ്പ്രേ അടിക്കാൻ പാടില്ല, എനിക്ക് വാടയില്ല, എനിക്ക് മറ്റതില്ല മറിച്ചതില്ല, മുസ്ലിംസ് അങ്ങ് കമുന്ന് വീണു. അതാണ് അവൾ യൂട്ടിലൈസ് ചെയ്തത്. ഒൺസ് അവൾ മറ്റേ ബിഗ് ബോസിലേക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെ വെച്ച് കാണിച്ച പേക്കൂത്തിൽ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്താണ് അവളുടെ ഇസ്ലാമിയത്തെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇസ്ലാം കാർഡ് ഇറക്കുന്ന നാരികളെടുത്ത് ഒന്നും പറയാനില്ല. കാന്തപുരത്തിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേ പലരും വന്നിട്ട് പറയും നിങ്ങൾ അങ്ങനെ പറയരുത്, നാവ് പുഴുത്തു പോകും, അത് ചെയ്യാൻ. കാന്തപുരം ചെയ്തതിന് കാന്തപുരത്തിൻ്റെ എവിടെ പുഴുക്കണം? ഒരു വ്യക്തിയോട് ആശയപരമായി യോജിച്ചു പോകാൻ സാധിക്കാത്തതിന് 2 പെൺകുട്ടികളുടെ കുടുംബം അവരുടെ നാഥനെയാണ് കൊണ്ടുപോയി കൊന്നുകളഞ്ഞത്. 11 പേരെ പിടിച്ചു, 36 സാക്ഷികൾ. ഈ 36 സാക്ഷികളിൽ 2 പേരൊഴികെ ബാക്കി എല്ലാം കൂറുമാറി. ആര് കൂറുമാറ്റി? ഈ 36 പേർക്കും എന്ത് പറ്റി? 34 എണ്ണോ എന്തിനു കൂറുമാറി? അപ്പം അതെന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പണം, മണി ടോക്സ്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരും എന്തും പറയും. ഹവ്വ അമ്മാളും വേലക്കാരൻ ജബ്ബാറും ഒഴിച്ച് ബാക്കി എല്ലാ എണ്ണവും തൂത്തുപറക്കി കൂറുമാറി. 11 പേരായിരുന്നു അക്യൂസ്. അതിനകത്ത് ഒരാളെ പ്രത്യേകം കമാൽ പാഷ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് CBI കോടതി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനം ഈ 11 പേരുടെയും തെളിവില്ലാത്ത ഒറ്റ കാരണം, തല കിട്ടിയില്ലല്ലോ. ആളെ ബോഡി കിട്ടിയാലേ നമുക്ക് വല്ലതും പറയാൻ പറ്റും. അങ്ങനെ ഇല്ലാത്ത കാരണം ഈ ശിക്ഷ വിധിക്കപ്പെട്ടിട്ട് ഒരാൾക്ക് മാത്രമാണ്, BB ഹംസ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമാണ് ശിക്ഷ വിധിച്ചത്. പുള്ളിക്കെയും 10 വർഷത്തിന്, അതായത് 2018 ഇയാൾക്ക് ശിക്ഷ കിട്ടിയത്. അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇത് റിലീസ് വാങ്ങി അന്തസ്സായിട്ട് ഇറങ്ങി ഇപ്പോൾ സുഖമായിട്ട് ബിരിയാണിയും കഴിച്ച് ചങ്കായിട്ട് നടക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ കാലയവനിക്കുള്ളി മറഞ്ഞു പോയി. എന്തായാലും എനിക്ക് അദ്ദേഹത്തിന് ഓർക്കണമെന്ന് തോന്നിയ ദിവസം ഇതാണ്. ഇന്നലെ ഇന്നത് ഞാൻ പറയാതിരുന്നത് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തിനെ കാണാതായിട്ട് ഇന്നേക്ക് 30 വർഷമാകുന്നു, 3 പതിറ്റാണ്ടാകുന്നു. എവിടെയോ എന്തോ അറിയത്തില്ല. ശിക്ഷ വിധിച്ചു, എല്ലാവർക്കും മനസ്സിലായി ഇത് ചെയ്തത് ആരാണെന്ന്, ഇതിനകത്ത് ആരാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, എന്താണ് നടന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കും ഉത്തരവില്ല. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, പണം കൊണ്ട് വിലക്കെടുത്തിട്ട് പിന്നെ അവനെയൊക്കെ പണ്ഡിതൻ എന്ന് വിളിക്കാൻ നിർബന്ധിക്കരുത്, ബുദ്ധിമുട്ടാണ്, നിർബന്ധിക്കരുത്. അക്യൂസുകളെയൊന്നും പണ്ഡിതന്മാരെന്നോ ദൈവതുല്യരാണെന്നോ എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ചരിത്ര പുരുഷന്മാരെയൊക്കെ എടുത്തു വെച്ച്, അതായത് ഇപ്പോൾ ഒരുപാട് പേരെയൊക്കെ എടുത്തു വെച്ചിട്ട് പുണ്യപ്രവൃത്തി എടുത്തു വെച്ച് പറയുന്നവരൊക്കെ ഒന്ന് ഓർത്തുക, ഇവരുടെ ചരിത്രത്തിലും ഒക്കെ ഉണ്ട് ഇതുപോലത്തെ കൊലപാതകങ്ങൾ. എല്ലാം ഏത് മതവിഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാലും എല്ലാവരും ഉണ്ട്. അതിൽ തുലോം തുച്ഛം യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ ആരെയും അങ്ങോട്ട് കൊല്ലാൻ കയറാതിരുന്നത്. ബാക്കി എല്ലാം കണക്കാണ്. എല്ലാം വാളെടുത്തവന്മാർ തന്നെയാണ്, ആരും മോശമില്ല. പിന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മതവികാരം വ്രണപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചാടിക്കൊണ്ട് വരും. അതുകൊണ്ട് നമ്മൾ അതൊന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ വാസ്തവം അതാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചവർ അവർ ജീവിച്ച് മരിച്ച് സുഖമായിട്ട് തീർന്നു. നമ്മുടെ കാലഘട്ടത്തിലേക്കും ആ ഒരു വിഴുപ്പ് പാണ്ട കൊണ്ടുവന്ന് വെച്ച് അനാവശ്യമായി നമ്മളെ ആവശ്യമില്ലാത്ത എല്ലാ പ്രശ്നത്തിലും കൊണ്ടിടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളെങ്കിലും ചിന്തിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ദയവേത് കുട്ടികളെ നിങ്ങളുടെ പഠിത്തം മുടക്കാനും നിങ്ങൾ സ്വയം പര്യാപ്തരായി കഴിഞ്ഞാൽ ഇത്തരക്കാർക്കുള്ള പിന്നെ അവരുടെ വരുമാനം മുട്ടുമെന്നുള്ള ബോധത്തിലുമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ള ഒരു ചെറിയ ബോധം നിങ്ങൾക്കുണ്ടാവണം. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കാണാതെ പഠിച്ച് എഴുതുന്നതല്ല, മനസ്സിലാക്കലുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരുന്നത്. ആ വിദ്യാഭ്യാസം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരക്കാരെ നിങ്ങൾക്ക് നീക്കി നിർത്താൻ പറ്റും. സോ ഓപ്പൺ അപ്പ്, ശരിക്കും സ്പീക്കപ്പ് ചെയ്യുക. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അവിടെയാണ് പഠിക്കാൻ താല്പര്യം, തുറന്ന് വീട്ടുകാരോട് പറയുക. അല്ലാതെ എഴുതോളാന്ന് പറ, അതിലിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? വീട്ടിൽ പോയി നിസ്കരിച്ചാൽ പോരെ. ഇത്ര ഒരു സമയം ടൈം പീരീഡ് 10 മണി തൊട്ട് 4 മണി വരെ നിങ്ങൾക്ക് ആകാശത്ത് എന്തെങ്കിലും വന്ന് തീ വന്ന് വീഴുവോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചത്തു പോകുന്നതിന് നല്ലത്. കുറച്ചുകൂടെ കോമൺ സെൻസ് ഉപയോഗിക്കുക.
ഇപ്പോൾ മതവികാരം വ്രണപ്പെട്ടു എന്നും അത് ഇതെന്നും പറഞ്ഞുകൊണ്ട് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അപ്പുറവും ഇപ്പുറവും ഒക്കെ നിന്ന് അടി ഉണ്ടാക്കുകയാണെങ്കിൽ ആട്ടുംകുട്ടികൾ തമ്മിൽ തല്ലുമ്പോൾ ഇടയിൽ നിന്ന് ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായ്ക്കൾക്ക് കുറച്ചുകൂടെ ഈസി ആകും എന്നതിനപ്പുറം ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. സോ ഈ തട്ടം കേസ് കുറേ നാൾ കത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു. ഇനിയിപ്പം അടുത്ത നിസ്കാര കേസ് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലേടേ? നിങ്ങൾക്ക് വേറെ ഒന്നും, നിങ്ങൾ എല്ലാവരെയും കച്ചവടക്കാരെ ആക്കോളാം. സംവരണം തന്നിരിക്കുന്ന എന്തിനാണെന്നറിയാം? ഭരണ പങ്കാളിത്തത്തിന്. നിങ്ങൾക്ക് നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ ഭരണ പങ്കാളിത്തം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യണം. ഭരണ പങ്കാളിത്തം മസ്റ്റാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ പെണ്ണുങ്ങളെ നാട്ടുകാരെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് പോയത്. നിങ്ങളിൽ ഒരാൾ ഒരു പ്യൂണായിട്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഇൻഫോർമേഷൻ തരാൻ നമുക്കൊരാൾ അവിടെ ഉണ്ടാകുമായിരുന്നു. അതില്ലാണ്ടായത് എന്തുകൊണ്ടാണ്? വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല. ചുമ്മാ കച്ചവടത്തിന് മാത്രം കുറേ എണ്ണത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക മാത്രമല്ല, അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും അടുത്ത തലമുറയ്ക്കുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യനെ അല്ല. പിന്നെയാണോ സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന, മരണാനന്തരം ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറേ എണ്ണം നേരത്തെ ചത്തുപോണതാ നല്ലത്. നല്ല കാര്യം. പക്ഷെ സ്വസ്ഥമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന കുറേ മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കാൻ എന്തെങ്കിലും തരണം. അതിന് വല്ലതും തരണമെന്ന് ചോദിച്ചാൽ ഞങ്ങളെല്ലാം കൂടെ പിരിച്ചിത്തിരി പൈസ തരാം. ഒന്ന് അടങ്ങി ഒരു മൂലയെ കുത്തിയിരിക്കുമോ? ഇല്ലാച്ചാൽ ഒരു കാര്യം ചെയ്യുക, ഇത്തരത്തിൽ മതബോധമുള്ള കുറേ വൾഗറിസം ഉള്ളവർ തനിയെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുറന്നിട്ട് അതിനകത്ത് കൊണ്ടുവച്ച് നിങ്ങളെ പഠിച്ചാൽ മതി എന്നങ്ങ് വെക്കുക. അത്രേ ഇതിനകത്ത് പറയാനുള്ളൂ. സോ ഇത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഞാൻ എടുത്തത്. ആക്ച്വലി ഈ ഒരു സബ്ജക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പഴയ ചാനൽ വരുന്നുണ്ട്. സോ അതിനകത്തായിരിക്കും ഞാൻ ഇത്തരം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇത് ആ ചാനലല്ല, അതിനുള്ള ചാനലുമല്ല. അപ്പോൾ എന്നാലും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞതാണ്. ചേകന്നൂർ മൗലവിക്ക് എൻ്റെ ആദരാഞ്ജലികൾ. അദ്ദേഹം എവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഇപ്പോഴും വീട്ടുകാർ വിശ്വസിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ഞാനും ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 30 പതിറ്റാണ്ടുകൾക്കപ്പുറം അദ്ദേഹം എവിടെന്നെങ്കിലും വരട്ടെ. അല്ലാതെ എന്താ ചെയ്യുക? ഇത്രയധികം ആൾക്കാർ ഇതിൻ്റെ പിറകിൽ നിന്നിട്ട് പോലും അദ്ദേഹത്തിന് മരിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതിന് CBI കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ വിശ്വാസയോഗ്യതയ്ക്ക് തുല്യമായ തെളിവുകളൊന്നും അവർക്ക് ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ കൊല ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഉടനെ സേഫ് സോൺ, വിദേശത്തേക്ക് ഇവർക്ക് വിസ കൊടുക്കും, അവിടെ സേഫാക്കി വെക്കും. ഈ ഒരു കേസിൽ അതിനെയും കവച്ചു വെച്ചുകൊണ്ടൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്ന് സറണ്ടർ ആകാത്തവന്മാരുടെ ഇവിടെയുള്ള വസ്തുക്കൾ കണ്ടുകെട്ടണമെന്ന്. ഉടനെ എല്ലാം കൂടെ ഓടിപ്പാഞ്ഞു വന്ന് സറണ്ടർ ആയിട്ടുണ്ടായിരുന്നു. എന്ത് പ്രയോജനം? ഫ്രീ ആക്കി വിട്ടു. ഒരാളെ മാത്രമേ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.